അപ്പൊ എല്ലാവരും കാത്തിരുന്ന നമ്മളുടെ ക്രിസ്മസ് എക്സാം ടൈം ടേബിൾ ദാ വന്നു, കിട്ടിപ്പോയി, എത്തിപ്പോയി അല്ലെ. അപ്പൊ എല്ലാരും അത് കിട്ടാത്തതിന്റെ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് വേണം പഠിക്കാൻ. നമ്മളതിന് മുന്നേ റിവിഷൻ, നമ്മളുടെ ക്രിസ്മസ് ഫൺ സെഷൻസ്, ബൂസ്റ്റർ സെഷൻസ് ഒക്കെ 90+ സ്റ്റാർട്ട് ചെയ്ത ദിവസങ്ങളായി. പക്ഷെ അതല്ല, നമ്മളുടെ എക്സാം ടൈം ടേബിൾ അത് വേണമല്ലോ അല്ലെ. അപ്പൊ അത് ദേ വന്ന് കഴിഞ്ഞു. അപ്പൊ നമ്മളെ ടൈം ടേബിൾ അത്ര ഭംഗിയുള്ള ടൈം ടേബിൾ ഒന്നും അല്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണാനുണ്ട് അല്ലെ. അത് തന്നെ ദേ ഒരു പടക്കം പൊള്ളയാണ്. ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ കൂട്ടപ്പൊരിച്ചില് ലാസ്റ്റ് എല്ലാം കൂടെ കഴിഞ്ഞ് സ്വസ്ഥവും സമാധാനമായിട്ടിരിക്കാം. അങ്ങനെയാണ് കേട്ടോ. ഗ്യാപ്പുകളൊന്നുമില്ല. ആകെ ഒരു ശനി ഞായറും ഇടയിൽ വരുന്നുണ്ട്. ആഴ്ചയിൽ പിന്നെ ശനി ഞായറും വേണമല്ലോ. അപ്പൊ അത് മാത്രമേ ഒരു ഗ്യാപ്പ് ആയിട്ട് കാണുന്നുള്ളൂ. ബാക്കി എല്ലാ ദിവസവും എക്സാം ഉണ്ട്. പിന്നെ 9ാം ക്ലാസ്സുകാർക്ക് എന്താണെന്നറിയില്ല, ഒരു ഫ്രൈഡേ അവർക്ക് ഒരു ലീവ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും അവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു കേട്ടോ. അപ്പൊ നമ്മളോട് ഓൾറെഡി ന്യൂസുകളിലൊക്കെ കണ്ടിരുന്നത് 9th എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഗവൺമെന്റ് നമ്മളോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. എന്നാൽ അതിനൊരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഹൈസ്കൂൾ സെഷന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് December 11th ഓക്കെ. 11ാം തീയതി ബുധനാഴ്ച മുതലാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ആ മൺഡേ അല്ല, ബുധനാഴ്ചയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 8ാം ക്ലാസ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ലാംഗ്വേജ് ആണ്, ഫസ്റ്റ് ലാംഗ്വേജ് ആണ്, മലയാളമാണ്. മലയാളം ഫസ്റ്റ് ആണ് കേട്ടോ. അത് എപ്പോഴാ? ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം നമ്മളുടെ എക്സാമുകൾ, ചിലർക്ക് ഉച്ചയ്ക്ക് ശേഷമാണ്, ചിലർക്ക് ഉച്ചയ്ക്ക് മുന്നായിട്ട് രാവിലെയാണ് എക്സാം നടക്കുന്നത്. അപ്പൊ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന എക്സാമുകൾ എല്ലാം മക്കളെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1:30 മുതലാണ്. ഓക്കെ, 1:30 മുതലാണ് നമ്മുടെ എക്സാമുകൾ. ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകളും ഉച്ചയ്ക്ക് ശേഷമുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? 1:30 മുതലാണ് കേട്ടോ. 1:30 മുതലാണ്. അതിനകത്ത് നമ്മളുടെ വെള്ളിയാഴ്ച ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമുക്ക് എപ്പോഴും 2 മണിക്കാണ് നമ്മളുടെ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, 1:30 അല്ല, 2 മണിക്കാണ്. വെള്ളിയാഴ്ച മാത്രം, ഫ്രൈഡേ മാത്രം കേട്ടോ. ബാക്കി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തുടങ്ങുന്ന എക്സാമുകൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക? 1:30. അപ്പൊ ക്ലാസ് 8ന് ഫസ്റ്റ് സബ്ജക്ട് നമ്മുടെ ലാംഗ്വേജ് ആണ്, മലയാളം ഫസ്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ഏതാണ്? ഇംഗ്ലീഷ് ആണ്. അതിന്റെ അടുത്ത ദിവസം വരുന്നത് വർക്ക് എക്സ്പീരിയൻസ്, നമ്മുടെ കലാകായിക പ്രവൃത്തി അതല്ലേ, അതും പ്ലസ് ഹിന്ദിയുമാണ്. ഹിന്ദി ഉച്ചയ്ക്കാണ് കേട്ടോ. അപ്പൊ രാവിലെ വർക്ക് എക്സ്പീരിയൻസും ഉച്ചയ്ക്ക് ഹിന്ദിയുമാണ്. അപ്പൊ നോർമലി വലിയൊരു കുഴപ്പമില്ലാത്ത കോമ്പറ്റീഷൻ ആണല്ലേ. അഡ്ജസ്റ്റ് ചെയ്യാം. 2 എക്സാം ഉണ്ടെങ്കിലും നമുക്ക് ഓക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാല്ലേ. 2 എക്സാം 2 സബ്ജക്റ്റും വലിയ കുഴപ്പമില്ല. ആൻഡ് അത് കഴിഞ്ഞ് 2 ദിവസം ഗ്യാപ്പ് ഉണ്ട് അല്ലെ. നമ്മുടെ സാറ്റർഡേ സൺഡേ ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ ദിവസം ശ്രദ്ധിക്കുക കേട്ടോ. എക്സാം സ്റ്റാർട്ട് ചെയ്യുക 2 മണിക്കാണ്, ഉച്ചയ്ക്ക് 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞ് ഒരു ശനിയും ഞായറും കഴിഞ്ഞു വരുമ്പോ 2 ദിവസം ഗ്യാപ്പിൽ വരുന്ന സബ്ജക്ട് ആരാണ്? നമ്മുടെ സോഷ്യൽ സയൻസ് ആണ്. ഓൾറെഡി അറിയാം അല്ലെ. തല്ല കുത്തി നിന്ന് പഠിക്കാനുള്ള അത്രയ്ക്കും ടോപ്പിക്സും നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസ് ആണ് മൺഡേ വരുന്ന സബ്ജക്ട്. ആൻഡ് ട്യൂസ്ഡേ ഏതാണ്? അടുത്ത ദിവസം ഏതാണ്? മലയാളം സെക്കൻഡ് ആണ്. ഒരു ചെറിയ ഗ്യാപ്പ് ആ സോഷ്യലിന്റെ ബേസിക് സയൻസിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. മലയാളം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സബ്ജക്ട് ആണ് അല്ലെ. അപ്പൊ മലയാളം സെക്കൻഡ് ആണ് 17ാം തീയതി വരുന്നത്. 18ാം തീയതി യെസ് അവർ ബേസിക് സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാവരും ചേർന്ന ബേസിക് സയൻസ് വരുന്നത് എപ്പോഴാണ്? അതിന്റെ പിറ്റേ ദിവസം അല്ലെ, 18ാം തീയതിയാണ്. ആൻഡ് യുവർ ഫൈനൽ എക്സാം ഏതാണ്? 19ാം തീയതി ലാസ്റ്റ് എക്സാം ഏതാണ്? ആ കൂട്ടപ്പൊരിച്ചില് മാത്സുമായിട്ടാണ് കേട്ടോ. മാത്സ് ആണ് ദ ലാസ്റ്റ് എക്സാം. പക്ഷെ അതിനിടയിൽ ഗ്യാപ്പ് ഒന്നുമില്ല. ബേസിക് സയൻസ് കഴിഞ്ഞ് വന്ന് മാത്സ് കണ്ട് ഞെട്ടിത്തിരിക്കും. ഓക്കെ, മാത്സ് എക്സാം ആണ് അത് കഴിഞ്ഞിട്ട്. ഓക്കെ, ആൻഡ് ക്ലാസ് 9 അടുത്ത സബ്ജക്ട് വരുന്നത് ആരെയാണ്? നമ്മളുടെ ഫസ്റ്റ് സബ്ജക്ട് ക്ലാസ് 9ലെ ആദ്യത്തെ സബ്ജക്ട് വരുന്നത് ആരാണ് മക്കളെ? നമ്മുടെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ. രാവിലെയാണ് ക്ലാസ് 9ന്റെ 8ാം ക്ലാസ്സിന് എല്ലാം ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ 9ാം ക്ലാസ്സിന് എല്ലാം വരുന്നത് രാവിലെയാണ്. ഫ്രഷ് ആയിട്ട് വന്നിട്ട് പരീക്ഷ എഴുതാം. അപ്പൊ അത്രയും പോസിറ്റീവ് തരാൻ പറ്റുള്ളൂ. രാവിലെ ഒന്ന് പരീക്ഷ എഴുതാം, അത്രേ ഉള്ളൂ. അപ്പോ രാവിലത്തെ എക്സാമുകൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എപ്പോഴാണ് മക്കളെ? 10 മണിക്കാണ് നമ്മൾ എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 10 മണി 10 AM. ഓക്കെ, 10 മണിക്കാണ് എക്സാമുകൾ എല്ലാം, രാവിലത്തെ എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ ആദ്യത്തെ എക്സാം തന്നെ ഐശ്വര്യായിട്ട് സോഷ്യൽ സയൻസ് ആണ്. അറിയാം എല്ലാവർക്കും സോഷ്യൽ സയൻസ് കുറെ പഠിക്കാനുള്ള ടെൻഷൻ ആണല്ലേ. ഇപ്പൊ ടെൻഷൻ ഒന്നും ഇല്ലടാ, അതെ നമ്മുടെ അജയ് സാർ സെറ്റ് ആക്കി തരും, ആരും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പൊ സോഷ്യൽ സയൻസ് ആണ് ഫസ്റ്റ് എക്സാം വരുന്നത്. ദെൻ നെക്സ്റ്റ് ഡേ 12ാം തീയതി ഏതാണ് പരീക്ഷ? നമ്മുടെ ഹിന്ദിയും വർക്ക് എക്സ്പീരിയൻസും. ഇവിടെയും ആ ഒരു കോമ്പിനേഷൻ തന്നെ കൊടുത്തേക്കുന്നത് അല്ലെ. ഹിന്ദിയുടെ കൂടെ വർക്ക് എക്സ്പീരിയൻസ്. പക്ഷെ രാവിലെ തന്നെ വരുന്നത് ഹിന്ദിയാണ്, ഉച്ചയ്ക്ക് ശേഷം വർക്ക് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അതും വലിയ കുഴപ്പമില്ല. ആൻഡ് 3 ദിവസം നിങ്ങൾക്ക് അവിടെ ഒരു ഗ്യാപ്പ് തന്നിട്ടുണ്ട്. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ.
യു ഗൈസ് ഡോണ്ട് ഹാവ് എക്സാം ദാറ്റ് ഈസ് ഓക്കെ. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് എക്സാം ഇല്ല. അത് കഴിഞ്ഞ് വരുന്ന സബ്ജക്ട് ആരാണ്? നമ്മളുടെ എല്ലാവരും ഫേവറേറ്റ് ആയ മാത്സ് ആണ് കേട്ടോ. അപ്പോ ആ ഒരു ചെറിയ ഗ്യാപ്പ് അത്യാവശ്യം പഠിക്കാനുള്ള ഒരു നേരം അവിടെ ഉണ്ട് അല്ലെ. അപ്പൊ ആ ദിവസം മാത്സ് മാത്രം പഠിച്ചാൽ പോരാ, കാരണം എല്ലാ കട്ടി സാധനങ്ങളൊക്കെ വരുന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പൊ സോഷ്യൽ ഒന്ന് ആദ്യം കഴിഞ്ഞു കിട്ടുന്നേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് വരുന്നത് മാത്സ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് ഡേ ഓണപരീക്ഷ പോലെ തന്നെ ഞാനും ശ്വേത മിസ്സും അടികൂടേണ്ട ആ സമയമാണ്. കാരണം പിറ്റേ ദിവസം 17-ാം തീയതി ഏതൊക്കെയാണ് എക്സാം? കെമിസ്ട്രി ആൻഡ് ഫിസിക്സ് രണ്ടും ഉണ്ട്. രാവിലെ ഫ്രഷ് ആയി വന്നിട്ട് കെമിസ്ട്രി ചെയ്താ, ഉച്ചയ്ക്ക് ഫ്രഷ് ആയി വന്നിട്ട് ഫിസിക്സ് ചെയ്താ കേട്ടോ. അപ്പൊ 2 എക്സാം ഒരു ദിവസമാണ് മക്കളെ. സൂക്ഷിച്ചോ, കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെയാണ്. അപ്പൊ രണ്ടും പഠിക്കാൻ അത്യാവശ്യമുണ്ട്. സോ ഗൈസ് സെറ്റ് ആക്കാം, നമുക്ക് റെഡി ആക്കടാ, പേടിക്കണ്ട, ടെൻഷൻ ആവണ്ട, നമുക്ക് റെഡിയാക്കാം കേട്ടോ. സെറ്റ് ആക്കി തരാം, ആരും പേടിക്കണ്ട. ഓക്കെ. ആൻഡ് 18-ാം തീയതി ഏത് സബ്ജക്റ്റ് ആണ് ഗൈസ്? നമ്മുടെ ഇംഗ്ലീഷും ബയോളജിയാണ്. അവര് സ്നേഹത്തോടുകൂടി ഒരുമിച്ചിട്ടുണ്ട്. അത്യാവശ്യം പഠിക്കാനുള്ള ഇംഗ്ലീഷും അത്യാവശ്യം പഠിക്കാനുള്ള ബയോളജി ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. രാവിലെ ഇംഗ്ലീഷാണ്, ഉച്ചയ്ക്ക് ബയോളജിയാണ്. ആൻഡ് 19-ാം തീയതി ലാസ്റ്റ് എക്സാം നിങ്ങളുടെ ലാംഗ്വേജ് സബ്ജക്റ്റ് ആണ്. മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡും ആണ് കേട്ടോ. മലയാളം സെക്കൻഡ് ഫസ്റ്റ് രാവിലെ, സെക്കൻഡ് ഉച്ചയ്ക്ക്. അപ്പൊ ആർക്കായിട്ട് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ, ഓൾ സെറ്റ് അല്ലേ? അപ്പൊ 9ാം ക്ലാസ്സുകാർക്ക് ഇതുപോലെ തന്നെ കുട്ടപ്പൊരിച്ചിലാണ്. 2 ദിവസമാണ് പരീക്ഷ. ഫ്രൈഡേ ഒരു ഗ്യാപ്പ് തന്നു, 3 ദിവസം അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലെ. ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അത് കഴിഞ്ഞാൽ വരുമ്പോ മൊത്തം ഒരു പൊട്ടിത്തെറിയാണ്. അപ്പൊ അടിപൊളിയാക്കിട്ട് റെഡി ആക്കാം കേട്ടോ. അപ്പൊ 10ാം ക്ലാസ്സുകാരുടെ പരീക്ഷയെ പറ്റി പറഞ്ഞാൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാല്. അധികം 2 സബ്ജക്റ്റുകളൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. എന്നാലും ഫസ്റ്റ് എക്സാം ഐശ്വര്യമായിട്ട് മാത്സ് തന്നെയാണ്, രാവിലെയാണ്. അപ്പൊ 10 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. രാവിലെയാണ് 10 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് അടുത്ത ദിവസം പിറ്റേ ദിവസം ഇംഗ്ലീഷ് ആണ്. അതിന്റെ അടുത്ത ദിവസം വരുന്നത് മലയാളം ഫസ്റ്റും സെക്കൻഡും ആണ്. ആ ഒരു കോംബോ വലിയ കുഴപ്പമില്ലാത്ത കോംബോ ആണ്. അത്യാവശ്യം വായിക്കാനൊക്കെ ഉണ്ട്, എന്നാലും നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. മലയാളം ഫസ്റ്റും സെക്കൻഡും ആണ് ഒരുമിച്ച് വരുന്നത് 13-ാം തീയതി വരുന്നത്. ആൻഡ് നിങ്ങളുടെ സാറ്റർഡേ സൺഡേ ലീവ് കഴിഞ്ഞ് വരുമ്പോൾ 2 എക്സാം ഉണ്ട്, ഹിന്ദി ആൻഡ് ബയോളജി കേട്ടോ. ഹിന്ദിയുടെ കൂടെയാണ് ബയോളജിനെ മിക്സ് ചെയ്തേക്കുന്നത്. 9ാം ക്ലാസ്സിൽ ഇംഗ്ലീഷിന്റെ കൂടെ ആയിരുന്നു, ഇവിടെ ഹിന്ദിയുടെ കൂടെയാണ് കേട്ടോ ബയോളജിനെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് 17-ാം തീയതി ഫിസിക്സ് ആണ്, ഒറ്റയ്ക്ക് ഫിസിക്സ് ആണ്. അത്യാവശ്യം പഠിക്കാനായിട്ട് നമുക്ക് അറിയാൻ തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് ഫിസിക്സ് ഒറ്റയ്ക്ക് ഇട്ടുണ്ട്. 18-ാം തീയതി ഒറ്റയ്ക്ക് കെമിസ്ട്രി ആണ്. കാരണം കഴിഞ്ഞ വട്ടം കെമിസ്ട്രി ബയോളജി ഒക്കെ മിക്സ് ചെയ്ത് തന്നത്. ഈ വട്ടം നമ്മൾ ഇത്തിരി സേഫ് ആണ്, കെമിസ്ട്രി ഒറ്റയ്ക്കാണ് ഇട്ടേക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് എന്താണ്? ഒരു കൂട്ടപ്പൊരിച്ചുള്ള വകുപ്പ് എല്ലാവരും ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് സോഷ്യൽ സയൻസ് ആണ്. അത്യാവശ്യം കൂടുതൽ ചാപ്റ്റർ പഠിക്കാനുള്ള സോഷ്യൽ സയൻസ് ആണ്. സോ ഗൈസ് ഡോണ്ട് നീഡ് ടു വറി. നമ്മുടെ പ്രൊനൗൺസിയേഷനും ബൂസ്റ്റർ സെഷനും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് തകർത്ത പരീക്ഷ എഴുതും. അതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പരീക്ഷ എപ്പോഴായിക്കോട്ടെ, എത്ര എണ്ണം ആയിക്കോട്ടെ. സോ ഡോണ്ട് വറി. അതിന് മുന്നേ നമ്മൾ റിവിഷൻ ഒക്കെ തീർത്ത് നമ്മുടെ മാരത്തൺ സെഷൻസ് ഒക്കെ കഴിഞ്ഞ് പ്രിപ്പയർ ആയിരിക്കുന്നത് നമ്മൾ. പിന്നെ ഇതിനെപ്പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ടെൻഷൻ അടിക്കാൻ കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും ടെൻഷൻ അടിക്കേണ്ട. ഇത്തിരി സമാധാനത്തിലിരിക്കുക. നമുക്ക് സെറ്റ് ആക്കാടാ, എല്ലാം നമുക്ക് പഞ്ച് ചെയ്തിടാടാ. ഓക്കെ. സോ ഗൈസ് ഇതാണ് നമ്മളുടെ ഹൈസ്കൂൾ സെഷന്റെ ടൈം ടേബിൾ വരുന്നത്. അപ്പോ ഡേറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക, ടൈംസ് ഒക്കെ നോട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ പറയാനുള്ളത്. ഇനി ഇത് ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, വേഗം ഇരുന്ന് പഠിച്ചോ, അത്രേ പറയാനുള്ളൂ. മര്യാദയ്ക്ക് പഠിച്ചാൽ നല്ല മാർക്ക് മേടിക്കാം കേട്ടോ. ഓക്കെ, then bye bye.